സഫൻ, നമ്മൾ ഓൾറെഡി ഈ സ്റ്റോക്ക് നമ്മുടെ മാർക്കറ്റ് സ്ക്രീനറിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ഗോദാവരി പവറാണ്. ഇപ്പോൾ വേറൊരു വാർത്തയും കമ്പനിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പുതിയ പ്ലാന്റ്, അതായത് 2 MTPA പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റായ്പൂരിലാണ് കമ്പനിയുടെ ഈ ഒരു പുതിയ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഡിസംബർ 3 ഇപ്പോൾ പ്രവർത്തന അനുമതി ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മൊത്തം കപ്പാസിറ്റി വരുന്നത് 4.7 MTPA എന്ന രീതിയിലായിട്ട് മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കമ്പനിയുടെ ഒരു ഓഹരികളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് ഓഹരിയിൽ മാർച്ചിന് ശേഷം കാണാൻ സാധിച്ചിരുന്നു. പിന്നീട് ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തുടരുകയും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് ഒക്ടോബറിലായിരുന്നു. എന്നാൽ ഒക്ടോബറിലെ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ മാസം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് 2% ഒരു ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും മുന്നോട്ടൊരു സാധ്യത കാണുന്നുണ്ടോ? കറൻ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ 29 ഒക്ടോബറിലാണ് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത്. ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തു. അതിനെ തുടർന്ന് 277 എന്നത് ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അത് ബ്രേക്ക് ഡൗൺ വീണ്ടും അതൊരു സപ്ലൈ സോണായി ആക്ട് ചെയ്യുന്നത് കറൻ്റ്. അതായത് 277 എന്ന സോണിൽ നിന്നും 18 നവംബറിലാണ് ഒരു സപ്ലൈ ക്യാനൽ ഫോം ചെയ്തത്. അതിന് ശേഷം കണ്ടിന്യൂസ് പാനിക് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിക്കുന്നത്. ഇന്നും ഒരു 2.81% ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഹൈ സെല്ലിംഗ് പ്രഷർ, അതായത് സ്ട്രോങ് വോളിയം ആക്ഷനാണ് ബിയറിഷ് ക്യാനലിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ റീസെൻ്റ്ലി സെൽ ഓഫ് നടന്ന സപ്ലൈ സോണായ 277 എന്ന മേഖല മറികടക്കണം. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ.